നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഹോളിവുഡ് സിനിമകൾക്ക് കാരണമായ ചില ഇന്ത്യൻ സിനിമകളെ പറ്റിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ആയിട്ടുള്ള ഹോളിവുഡ് സിനിമകളും ചില സമയങ്ങളിൽ ഇന്ത്യൻ മൂവീസിൽ നിന്നും ഇൻസ്പയർ ആവാറുണ്ട്. ലിസ്റ്റിലായിട്ടേത് 2013 പുറത്തിറങ്ങിയ എ കോമൺ മാൻ എന്ന ഹോളിവുഡ് സിനിമയാണ്. ഈ ഒരു സിനിമയിലെ നായകൻ ബെൻ കിങ്സ്ലി ആയിരുന്നു. ഈ ഒരു സിനിമ യഥാർത്ഥത്തിൽ 2008 പുറത്തിറങ്ങിയ വെൻസ്ഡേ എന്ന ബോളിവുഡ് സിനിമയുടെ ഒരു ഒഫീഷ്യൽ റീമേക്കാണ്. വെൻസ്ഡേ എന്ന സിനിമ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു. ഈ ഒരു സിനിമ വലിയൊരു വിജയം നേടി. അങ്ങനെ റീമേക്ക് റൈറ്റ്സ് ഏറ്റെടുത്ത് കോമൺ മാൻ എന്ന പേരിൽ ഈ ഒരു സിനിമ ഹോളിവുഡിലേക്ക് റീമേക്ക് ചെയ്തു. കോമൺ മാൻ സിനിമയുടെ ഡയറക്ടർ ശ്രീലങ്കൻ നാഷണാലിറ്റിയുള്ള ചന്ദ്രരത്നം എന്ന ഡയറക്ടറായിരുന്നു. ഇദ്ദേഹം അമേരിക്കയിൽ വന്ന് പല ഹോളിവുഡ് സിനിമകൾ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമ ഹോളിവുഡിൽ വലിയൊരു വിജയം നേടി. അടുത്തത് പഴയ ഒരു സിനിമയാണ്. 1964 പുറത്തിറങ്ങിയ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്ന സത്യജിത് റായ് ഡയറക്ട് ചെയ്ത ചാരുലത എന്ന സിനിമ. നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സത്യജിത് റായിയുടെ ഏതെങ്കിലും ഒരു പാഠം പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു പാഠം ഓർമ്മയുണ്ടെങ്കിൽ ഉറപ്പായി അതിലൂടെ കമന്റ് ചെയ്യണം. അപ്പോൾ ചാരുലത എന്ന സിനിമ ഹോളിവുഡിലേക്ക് റീമേക്ക് ചെയ്തു. ഇത് 2005 ആ ഒരു സിനിമയാണ് 40 ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ എന്ന സിനിമ. ഇതും ഹോളിവുഡിൽ വളരെ വലിയൊരു വിജയം നേടി. നമ്മൾ ഇതുവരെ പറഞ്ഞത് ബോളിവുഡ് സിനിമകളാണ്. അടുത്തത് ഒരു തെലുങ്ക് സിനിമയാണ്. ആ ഒരു സിനിമയാണ് അവഹനാം എന്ന സിനിമ. ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത് 97 ആ ഒരു ടൈമിൽ തെലുങ്കിൽ വലിയൊരു വിജയം നേടി. ഒരു ഹസ്ബൻഡും വൈഫും ഡിവോഴ്സ് ആവുകയും തുറന്നു നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറിയിലെ. 2012 ഡിവോഴ്സ് ഇൻവിറ്റേഷൻ എന്ന പേരിൽ ഹോളിവുഡിലേക്ക് റീമേക്ക് ചെയ്തു. പക്ഷെ ഹോളിവുഡിൽ വലിയൊരു ഫ്ലോപ്പ് ആയിരുന്നു. അടുത്തത് ഒരു റീമേക്ക് അല്ല, ഇൻസ്പിറേഷൻ ആണ്. ആ ഒരു സിനിമയാണ് കിൽ ബിൽ എന്ന ഈ ഒരു ഹോളിവുഡ് സിനിമ. നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവാം. ഇതൊരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി ഒരിക്കലും ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയതല്ല. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ പറഞ്ഞു സിനിമയിലെ ചില വയലന്റ് സീനുകൾ തമിഴിൽ പുറത്തിറങ്ങിയ അഭയ് എന്ന ആനിമേറ്റഡ് സിനിമയിൽ നിന്നും ഇൻസ്പയർ ആയതാണ്. അഭയ് എന്ന ആനിമേറ്റഡ് സിനിമ അത്യാവശ്യം വയലൻസ് ഉള്ള അനിമേ സ്റ്റൈലിൽ മേക്ക് ചെയ്ത ഒരു ഇന്ത്യൻ ആനിമേറ്റഡ് മൂവി. കമൽ ഹാസൻ ആയിരുന്നു നായകൻ. ഈ ഒരു സിനിമ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ വെച്ച് കിൽ ബിൽ സിനിമയുടെ ഡയറക്ടർ കണ്ടു. അങ്ങനെ ചില സീനുകൾ ഇൻസ്പയർ ആയി. കമൽ ഹാസന്റെ മാത്രമല്ല രജനീകാന്തിന്റെ സിനിമയും ഹോളിവുഡ് ഡയറക്ടേഴ്സ് ഇൻസ്പയർ ആയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ആ ഒരു സിനിമയാണ് എന്തിരൻ എന്ന സിനിമ. ലോകത്തിലെ തന്നെ വലിയ കമ്പനീസിലൊന്നായ മാർവൽ സിനിമാസിന്റെ അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ എന്ന സിനിമയിൽ അൾട്രോൺ ക്യാരക്ടറിന്റെ ചില സീനുകൾ എന്തിരൻ സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുണ്ട്. സിനിമയുടെ ഡയറക്ടേഴ്സായ റൂസോ ബ്രദേഴ്സ് തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചില മോശം സിനിമകൾ കൊണ്ട് പലരും കളിയാക്കുന്നുണ്ടെങ്കിലും ഒരു കാലത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ബ്രാൻഡ് ഡയറക്ടറായിരുന്നു ശങ്കർ. അടുത്ത സിനിമയാണ് 96 പുറത്തിറങ്ങിയ ഫിയർ എന്ന ഹോളിവുഡ് സിനിമ. ഈ ഒരു സിനിമ യഥാർത്ഥത്തിൽ ഷാരൂഖ് ഖാന്റെ 93 പുറത്തിറങ്ങിയ ദർ എന്ന സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. ദർ സിനിമയിലെ സെയിം സ്റ്റോറി ലൈനും സെയിം സീനുകളും ഈ ഒരു സിനിമയിൽ കാണാം. അടുത്തത് 3 ഇഡിയറ്റ്സ് എന്ന സിനിമയാണ്. 55 കോടി ബഡ്ജറ്റിൽ വന്ന് 450 കോടിക്ക് അടുത്ത് കളക്ഷൻ നേടിയ വലിയൊരു വിജയം നേടിയ സിനിമയാണ്. ഈ ഒരു സിനിമയ്ക്ക് ഹോളിവുഡ് അല്ലെങ്കിലും ഒരു ഒഫീഷ്യൽ മെക്സിക്കൻ റീമേക്ക് ഉണ്ട്. ആ ഒരു സിനിമയാണ് 2017 പുറത്തിറങ്ങിയ 3 ഇഡിയോട്ടാസ് എന്ന സിനിമ. അടുത്ത സിനിമയാണ് മലയാളത്തിലെ ദൃശ്യം എന്ന സിനിമ. ഹോളിവുഡ് അല്ലെങ്കിലും നമുക്കറിയാം എ ഷീപ്പ് വിത്തൗട്ട് ഷെപ്പേർഡ് എന്ന പേര് ഈ ഒരു സിനിമ ചൈനീസിൽ റീമേക്ക് ചെയ്തു. ചൈന ബോക്സ് ഓഫീസിൽ 1000 കോടിക്ക് മേലെ കളക്ഷൻ നേടി. നിലവിൽ ഈ സിനിമ കൊറിയയിലേക്കും ഹോളിവുഡിലേക്കും റീമേക്ക് ചെയ്യാൻ ചില പ്ലാനിങ്സ് ഉണ്ട്. അടുത്ത സിനിമയാണ് കിൽ എന്ന ബോളിവുഡ് സിനിമ. നമ്മൾ പല വീഡിയോസിൽ പറഞ്ഞിരുന്നു ഹോളിവുഡിലെ തന്നെ ഏറ്റവും മികച്ച ആക്ഷൻ സിനിമകളിലൊന്നായ ജോൺ വിക്ക് സിനിമയുടെ ഡയറക്ടർ ഈ ഒരു സിനിമയുടെ റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. വൈകാതെ ഈ ഒരു സിനിമ ഹോളിവുഡിലും കാണാം. ഇനി നമുക്ക് ഹോളിവുഡ് സിനിമകൾ ഇൻസ്പയർ ആയ ഇന്ത്യൻ സിനിമയിലെ ചില സീനുകൾ നോക്കാം. ആദ്യത്തേത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമയുടെ സ്പിൻ ഓഫ് സിനിമയായ ഹോബ്സ് ആൻഡ് ഷോ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിലെ ഈ ഒരു സീൻ ഡൂം 3 സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. അടുത്തത് ആസ്ട്രോയിഡ് സിറ്റി എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയുടെ ഡയറക്ടറാണ് വെസ് ആൻഡ്രീസൺ. ഇദ്ദേഹം സത്യജിത് റായിയുടെ വലിയൊരു ഫാനാണ്. സത്യജിത് റായിയുടെ അരയാർ ദിൻ രാത്രി എന്ന സിനിമയിലെ ഈ ഒരു ഷോട്ട് ആസ്ട്രോയിഡ് സിറ്റി എന്ന സിനിമയിൽ ഇദ്ദേഹം റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. നമ്മൾ ട്രോളുകളിലും പല കമന്റുകളിലും കണ്ടിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ അവതാർ എന്ന സിനിമ മലയാളത്തിൽ പുറത്തിറങ്ങിയ വിയറ്റ്നാം കോളനി എന്ന സിനിമയുടെ സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. ഇതിന്റെ റിയാലിറ്റി നിങ്ങൾക്ക് അറിയാതിരിക്കാം. എങ്കിലും നമ്മൾ നോക്കാൻ പോകുന്നത് ഇങ്ങനെ സംഭവിക്കാൻ 100ൽ 1% എങ്കിലും ചാൻസ് ഉണ്ടോ എന്നാണ്. വിയറ്റ്നാം കോളനി എന്ന സിനിമ 92 പുറത്തിറങ്ങിയത്.
അവതാർ സിനിമ 2009. അവതാർ എന്ന പേര് യഥാർത്ഥത്തിൽ ഹിന്ദു മിത്തോളജിയുമായി ബന്ധപ്പെട്ട ഒരു ഇന്ത്യൻ നെയിമാണ്. ജെയിംസ് കാമറോൺ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവതാർ ക്യാരക്ടേഴ്സിന്റെ കളറും അവതാർ എന്ന നെയിമും ഹിന്ദു മിത്തോളജിയിൽ നിന്ന് എടുത്തതാണ്. പേരിൽ തന്നെ ഒരു ഇന്ത്യൻ റെഫറൻസ് ഉണ്ട്. വിയറ്റ്നാം കോളനി എന്ന പേര്. വിയറ്റ്നാം അതൊരു ഫോറിൻ കൺട്രിയാണ്. ഇതൊരു കോൺസിഡൻസ് ആണ്. രണ്ട് സിനിമകളുടെയും പേരിൽ തന്നെ ഒരു ഇന്റർചേഞ്ച് നടക്കുന്നുണ്ട്. വിയറ്റ്നാം കോളനി സിനിമയിൽ നായകൻ സാമ്പത്തികമായി തളർന്നു നിൽക്കുകയാണ്. ഏതൊരു ജോലി കിട്ടിയാലും സ്വീകരിക്കും എന്ന അവസ്ഥയിലാണ്. അവതാറിലേക്ക് വരുമ്പോൾ ഇവിടെ നായകൻ ശാരീരികമായി തളർച്ചയിലാണ്. ഏതൊരു ജോലി കിട്ടിയാലും സ്വീകരിക്കും. സെയിം ലാലേട്ടന്റെ അവസ്ഥ. രണ്ട് സിനിമയിലും ഒരു മെയിൻ വില്ലനും സബ് വില്ലനും ഉണ്ട്. വിയറ്റ്നാം കോളനിയിൽ ഈ ഒരു വില്ലൻ ഒരു കോർപ്പറേറ്റ് വില്ലനാണ്. നേരിട്ടൊന്നും ചെയ്യാതെ എല്ലാത്തിന്റെയും മാസ്റ്റർ മൈൻഡായി പുറകിൽ നിൽക്കുന്ന ഒരു വില്ലനാണ്. അവതാറിൽ ഇതുപോലെ മറ്റൊരു വില്ലനുണ്ട്. ഇദ്ദേഹവും ഒരു മാസ്റ്റർ മൈൻഡാണ്. നേരിട്ടൊന്നും ചെയ്യാതെ പുറകിൽ നിൽക്കുന്ന ഒരു വില്ലനാണ്. ഇതുപോലെ മെയിൻ വില്ലനായി വിയറ്റ്നാം കോളനി സിനിമയിൽ റാവുത്തർ എന്ന ക്യാരക്ടർ, അവതാർ സിനിമയിൽ ഈ ഒരു വില്ലൻ ക്യാരക്ടർ. സ്റ്റോറി നോക്കുകയാണെങ്കിൽ വിയറ്റ്നാം കോളനിയിൽ അപ്രതീക്ഷിതമായി ഒരു കമ്പനിയിലേക്ക് ജോലി കിട്ടുന്ന ക്യാരക്ടർ. അവതാർ സിനിമയിലും തന്റെ ചേട്ടന്റെ ജോലി അപ്രതീക്ഷിതമായി കിട്ടുന്ന ഒരു ക്യാരക്ടർ. ജോലിക്ക് വന്ന ശേഷം വിയറ്റ്നാം കോളനിയിൽ നായകൻ ക്യാരക്ടറിനോട് പ്ലാനിങ്സ് പറഞ്ഞു കൊടുക്കും. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങാനാണ് ആദ്യം ചെയ്യേണ്ടത്. അവിടുത്തെ ആളായി അങ്ങോട്ട് പോകണം. ശേഷം പതുക്കെ പതുക്കെ കോളനിക്കാരെ മുഴുവൻ ഒഴിപ്പിക്കണം. ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊടുക്കും. അവതാറിലേക്ക് വരുമ്പോൾ അൺഒബ്റ്റേനിയർ എന്നൊരു എലമെന്റ് എടുക്കാൻ വേണ്ടി അവിടെയുള്ള മുഴുവൻ ക്യാരക്ടേഴ്സിനെയും ഒഴിപ്പിക്കുകയും വേണം. അവരിൽ ഒരാളായി തന്നെ അവിടേക്ക് പോവുകയും വേണം. ആദ്യത്തെ സീൻ മലയാള സിനിമയിൽ ഓട്ടോക്കാരനായി അടിയുണ്ടാക്കുന്ന നായകൻ ക്യാരക്ടർ. ഓട്ടോക്കാരൻ പെട്ടെന്ന് പേടിക്കും. കാരണം നായകന്റെ പുറകിൽ റാവുത്തർ വന്ന് നിൽക്കുന്നു. നായകന് വിചാരിക്കും തന്നെ കണ്ടിട്ടാണ് പേടിച്ചതെന്ന്. എന്നാൽ അങ്ങനെയല്ല, പുറകിൽ നിൽക്കുന്ന ആളെ കണ്ടിട്ടാണ് ഇവിടെ ഇയാൾ പേടിച്ചത്. ഈ ഒരു സെയിം സീൻ അവതാറിലും കാണാം. അവിടെ എത്തുമ്പോൾ തന്നെ ഒരു വലിയ ജീവി വരും. പെട്ടെന്ന് എൻകൗണ്ടർ ചെയ്യാൻ വന്നെങ്കിലും ആ ഒരു ജീവി പേടിച്ചു പോകും. നായകൻ ക്യാരക്ടർ വിചാരിക്കും നായകനെ കണ്ടിട്ടാണ് പേടിച്ചതെന്ന്. എന്നാൽ അങ്ങനെയല്ല, പുറകിൽ മറ്റൊരാളും. രണ്ട് സിനിമയിലും എക്സാക്ട് സെയിം സീൻ. പിന്നീട് രണ്ട് സിനിമയിലും നായകൻ ക്യാരക്ടേഴ്സ് ഹീറോയിനെ കണ്ടുമുട്ടുന്നു. പിന്നീട് രണ്ട് സിനിമയിൽ നായകൻ ക്യാരക്ടർ കോളനിയിൽ ജീവിക്കുന്നു. പിന്നീട് ഒരു സീനിൽ മലയാള സിനിമയിൽ നായകൻ ക്യാരക്ടർ പശുവിനെ അഴിച്ചുവിട്ടതിന് തിരിച്ചു പിടിക്കാൻ പോകുന്നു. പശുവിനെ പിടിക്കുമ്പോൾ നായകനെ കൊണ്ട് പശു പോകുന്നു. അവതാർ എന്ന സിനിമയിലും ഒരു ഹോഴ്സിനെ മെരുക്കാൻ പോകുന്നു. നായകനെ കൊണ്ട് ഹോഴ്സ് പോവുകയും വീഴുന്ന സീനെല്ലാം ഉണ്ട്. ഇതും സെയിം ആണ്. പിന്നീട് നായകൻ ക്യാരക്ടർ അവരിൽ ഒരാളായി മാറുകയും ഒരു പാട്ട് സീനിൽ നായകൻ ക്യാരക്ടർ ചെറിയ കുട്ടികൾക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സീനുകളും. അവതാറിലേക്ക് വരുമ്പോൾ ഇവിടെ നായകനല്ല, നായകന് മുമ്പ് ഇതുപോലെ ഗ്രേസ് എന്നൊരു ക്യാരക്ടർ വന്നിരുന്നു. ആ ഒരു ക്യാരക്ടർ ചെറിയൊരു സ്കൂൾ സെറ്റപ്പ് ഉണ്ടാക്കി പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നു. ഇത് നായകൻ മനസ്സിലാക്കുന്ന സീനുകൾ കാണിക്കുന്നു. പിന്നീട് കമ്പനിക്കാർക്ക് മനസ്സിലായി നായകൻ ക്യാരക്ടർ അവരിൽ ഒരാളായി മാറിയെന്ന്, കമ്പനിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെന്ന്. രണ്ട് സിനിമയിലും നായകനും കമ്പനിയും തമ്മിൽ ഏറ്റുമുട്ടും. ശേഷം എല്ലാം കഴിഞ്ഞ് കോളനിയിലേക്ക് തിരിച്ചു വരുമ്പോൾ കോളനിക്കാർക്ക് മനസ്സിലാവും നായകൻ കമ്പനിയുടെ ആളാണ്. അങ്ങനെ കോളനിക്കാർ നായകനെ ആക്രമിക്കുന്നു. ഈ ഒരു സെയിം സീൻ അവതാറിലുമുണ്ട്. കമ്പനിയുടെ ആളാണെന്ന് തിരിച്ചറിഞ്ഞ് നായകൻ ക്യാരക്ടറിനെ ആക്രമിക്കുന്നത് ഗ്രേസ് എന്ന ക്യാരക്ടറിനെ കെട്ടിയിടുന്ന സീനുകളെല്ലാം. പിന്നീട് കുറച്ചു കഴിഞ്ഞ് സത്യാവസ്ഥ മനസ്സിലാക്കിയ കോളനിക്കാർ ക്ഷമ ചോദിക്കുകയും തങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. അവതാർ സിനിമയിൽ അവരുടെ മരമെല്ലാം വീണ് കഴിഞ്ഞ് തങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് നായകൻ ക്യാരക്ടറിനോട് ചോദിക്കുന്നു. വിയറ്റ്നാം കോളനി സിനിമയിൽ നായകൻ ക്യാരക്ടറിന് കമ്പനിയോട് ദേഷ്യം കൂടുന്നത് ഈ ഒരു അമ്മൂമ്മ ക്യാരക്ടറെ കൊന്നു കളയുമ്പോഴാണ്. അവതാർ സിനിമയിലും നായകന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഗ്രേസ് എന്ന ക്യാരക്ടറെ കമ്പനിക്കാർ കൊന്നു കളയുന്നു. അങ്ങനെയാണ് ദേഷ്യം കൂടുന്നത്. വിയറ്റ്നാം കോളനി സിനിമയിൽ അവസാനം മെയിൻ വില്ലനുമായി ഒരു ഫൈറ്റ്, റാവുത്തർ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. അവതാർ സിനിമയിലും മെയിൻ വില്ലനുമായി ഒരു ഫൈറ്റ്. അങ്ങനെ ഇവിടെ കേണലും ചത്തുപോകുന്നുണ്ട്. രണ്ട് സിനിമയുടെയും ക്ലൈമാക്സിൽ നായകനുമായി ഒന്നിക്കുന്ന ഹീറോയും. രണ്ട് സിനിമയിലും പല സിമിലാരിറ്റീസ് നമ്മൾ കണ്ടു. ഇനി അവതാറിന്റെ ഡയറക്ടർ ജെയിംസ് കാമറോണും കോപ്പി അടിച്ചതാണോ ഇൻസ്പയർ ആയതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അങ്ങനെയല്ല. 84 പുറത്തിറങ്ങിയ ടെർമിനേറ്റർ സിനിമ ഇറങ്ങിയ ടൈമിൽ തന്നെ ജെയിംസ് കാമറോണിന് അവതാർ പ്രൊജക്ട് ചെയ്യുവാൻ പല പ്ലാനിങ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് റിസർച്ച് ചെയ്തു. പക്ഷെ ആ ഒരു ടൈമിൽ CGI അത്ര ഡെവലപ്ഡ് ആയിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ടെക്നോളജി ഡെവലപ്പ് ആവുന്നത് വരെ കാത്തിരിക്കുകയാണ് ചെയ്തത്. ജെയിംസ് കാമറോൺ അറിയാമായിരുന്നു ഒരു കാലത്ത് എന്തായാലും CGI ടെക്നോളജി കൂടുതൽ ഡെവലപ്പ് ആവുമെന്ന്. പിന്നീട് അദ്ദേഹം മറ്റു സിനിമകൾ ചെയ്തു. ടെർമിനേറ്റർ 2 ഇറക്കി, ടൈറ്റാനിക് ഇറക്കി, പല സിനിമകൾ ഇറക്കി. ഇതെല്ലാം തന്നെ വേൾഡ് ഫേമസ് ആയി മാറി. പിന്നീട് വർഷങ്ങൾ റിസർച്ച് ചെയ്താണ് ഒരു വലിയ ഗ്യാപ്പ് എടുത്ത് 2009 ടെക്നോളജി ഡെവലപ്ഡ് ആയപ്പോൾ അവതാർ സിനിമ ചെയ്യുന്നത്. മലയാള സിനിമയിലെ സെയിം സീനുകൾ ഈ ഒരു സിനിമയുമായി മാച്ച് ആവുന്നു. ഇതൊരു കോൺഫിഡൻസ് ആണ്.
മലയാള സിനിമയുമായി ഇത്രയും മാച്ചിങ് ഉള്ള മറ്റൊരു ഹോളിവുഡ് സിനിമ ഇല്ല എന്ന് പറയാം. ഇനി സ്റ്റോറി നോക്കുകയാണെങ്കിൽ മലയാള സിനിമയല്ല ഈ ഒരു സ്റ്റോറി ലൈൻ ആദ്യമായി കൊണ്ടുവന്നത്. അത് 82-ൽ പുറത്തിറങ്ങിയ ലോക്കൽ ഹീറോ എന്ന സ്കോട്ടിഷ് സിനിമയാണ്. ഈ ഒരു സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയാണ് വിയറ്റ്നാം കോളനി സിനിമ എടുത്തത്. സെയിം സ്റ്റോറി ലൈനിൽ വേറെയും സിനിമകൾ വന്നിട്ടുണ്ട്. ഓരോ ഡയറക്ടറിന്റെയും മേക്കിങ്ങിലാണ് വലിയൊരു ഡിഫറൻസ് വരുന്നത്. എന്തൊക്കെയായാലും ഈ രണ്ട് സിനിമകളും വലിയ വിജയം നേടിയ സിനിമകളാണ്. ഇതിനേക്കാൾ മാച്ചായ മറ്റൊരു മലയാള സിനിമ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായും താഴെ കമന്റ് ചെയ്യണം.